ഇതിൻ്റെ അകത്താണ്ടാവും കുറവാസംകാർ താമസിച്ച ഏരിയ. എന്നാ സാർ ആയിക്കൊണ്ടേ പോ. ഇവിടെയൊക്കെ മൊത്തം കാടായിരുന്നു. കാട്ടിലാണ് അയാൾ ഒളിച്ചിരുന്നത്. മറ്റേ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചിരുന്ന കാടുണ്ട്. JCB ഉപയോഗിച്ച് ഇപ്പോൾ പോലീസുകാർക്കൊക്കെ ഒന്ന് നൈറ്റ് പെട്രോളിങ് ചെയ്യാനുള്ള സംവിധാനം റെഡി ആയിക്കൊണ്ടിരിക്കണേ. വഴിക്ക് വീതി കൂടിക്കൊണ്ടിരിക്കണേ. ഇവിടെ നേരത്തെ മൊത്തം കാടായിരുന്നു. ഒരാൾക്ക് കാൽ നടക്കുവാനുള്ള ഏരിയ മാത്രം ഉണ്ടായിരുന്നല്ലോ. പെട്രോളിങ്ങിന് വേണ്ടി വഴി വീതി അതിൻ്റെ ഇപ്പം കാണുന്നത് നേരത്തെ ചെറിയ വഴിയാണ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ കുർവാസംഘമില്ലേ, അത് കുണ്ടഞ്ചൂരിൽ മറ്റേ ചാടിപ്പോയി എന്നുള്ളൊരു വാർത്തകളെല്ലാം കേട്ടിരുന്നില്ലേ. അപ്പോൾ ആ പുള്ളി താമസിച്ച ഏരിയ ഒന്ന് കാണിക്കാനാണ്. അത് വേറെ എവിടെയല്ല, കുണ്ടന്നൂർ മെയിൻസ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് അപ്പോൾ ക്രൗൺ പ്ലാസ് നിൽക്കൂലേ, ക്രൗൺ പ്ലാസ് നിൽക്കണതിൻ്റെ ഒരു 100% അതിൻ്റെ സൈഡിലൂടെയാണ് ആ വഴിയിലോട്ട് പോകുന്നത്. ഞാൻ അതിന് അവിടുത്തെ കാഴ്ചകൾ വെച്ചിട്ട് അപ്പോൾ അവർ ഇന്ന് ഒഴിപ്പിക്കുമെന്നാണ് പറഞ്ഞത് നഗരസഭ. ഇന്നൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്തോ ഒഴിപ്പിക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഞാനൊന്ന് സിറായിക്കുണ്ട്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജസ്റ്റ് കാണിച്ചു തരാം. മറ്റവരെ ഒഴിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു വഴിയായിരുന്നു. അപ്പോൾ ഇനി പെട്രോളിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വഴി വലുതായിക്കൊണ്ടിരിക്കുന്നതിന് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, നഗരസഭയുടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഒഴിപ്പിച്ചല്ലേ ഇവിടെ? ജീവനക്കാരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങള് ഇവിടെ ക്ലിയർ ചെയ്യാണ്. ഇനി ഇവിടെ ഇരിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് പോലീസ് പെട്രോളിങ്ങിന് വേണ്ടി വഴി വീതി അതിന്റെ ഇപ്പം കാണുന്നത്. നേരത്തെ ചെറിയ വഴിയായിരുന്നു, ഒരു കാൽനടക്ക് പോകാൻ പറ്റിയ ഒരു വഴിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ആരും അധികം നോട്ടീസ് ചെയ്യാത്ത ഏരിയ ആയിരുന്നു. ഇവിടെയുണ്ട് അവർ താമസിച്ചത്. കുർവാസംഘത്തിനല്ല, കുർവാസംഘത്തിൻ്റെ ആള് എല്ലാം താമസിച്ച ഏരിയ ഉണ്ട്. അതിനുള്ളിലായിരുന്നത് ഈ പാലത്തിൻ്റെ അടിയിലാണ്ട് അവർ, അതായത് കുണ്ടന്നൂർ ജംഗ്ഷൻ്റെ അവിടെ നിന്നുള്ള മറ്റേ നെറ്റ്വർക്ക് പോകാനുള്ള ഒരു പാലമുണ്ട്, മറ്റേ ഹൈവേൻ്റെ അടിയിലാണ് ഇവർ താമസിച്ചിരുന്നിട്ട് ഇത്ര നാൾ. ഇങ്ങോട്ട് ആർക്കും വരാൻ പാടില്ല. ചെറിയൊരു റോഡായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ റോഡൊക്കെ വീതി കൂട്ടിക്കൊണ്ടിരിക്കണേ. ഇനി പോലീസുകാരും കാര്യങ്ങളൊക്കെ ഇനി പെട്രോളിങ്ങിന് വരാൻ പറ്റിയൊരു രീതി ആക്കിക്കൊണ്ടിരിക്കണേണ് ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ പൊക്കത്താണ് അവർ താമസിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ഷെഡും കെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് താമസിച്ചിട്ടുണ്ടായി. അതൊക്കെ എല്ലാം ഒഴിപ്പിച്ചവർ നഗരസഭക്കാർ. അപ്പോൾ അവിടെയായിരുന്നു ആ പുള്ളി ഒളിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഇവിടെ അവർ താമസിച്ചിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചിട്ടാണ് ആ സ്ഥലം. ഇവിടെയാണ് അവർ കിടന്നത്. ഇപ്പോഴും അവിടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിറായിക്ക് ബാക്കി വീട് കൊടുക്കും. അവരെ കിടന്ന സാധനങ്ങൾ, ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് മൊത്തം. ഇത് അവരെ പട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ, അവർ വളർത്തിയ പട്ടിയാണെന്ന് തോന്നുന്നു. ഇവിടെയായിരുന്നു അവർ ആ ഷെഡും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്ന ഏരിയ കേട്ടോ. അതെല്ലാം ഇപ്പം നഗരസഭക്കാരെല്ലാം ക്ലീൻ ചെയ്തിട്ടാ. JCB ഉപയോഗിച്ചിപ്പോൾ ഇവിടെയൊക്കെ മൊത്തം കാടായിരുന്നു. ഈ കാട്ടിലാണ് അയാൾ ഒളിച്ചിരുന്നത്. മറ്റേ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചിരുന്ന കാടുണ്ട്. JCB ഉപയോഗിച്ചിപ്പോൾ പോലീസുകാർക്കൊക്കെ ഒന്ന് നൈറ്റ് പെട്രോളിങ് ചെയ്യാനുള്ള സംവിധാനം റെഡി ആയിക്കൊണ്ടിരിക്കണേ. വഴിക്ക് വീതി കൂടിക്കൊണ്ടിരിക്കണേ. ഇവിടെ നേരത്തെ മൊത്തം കാടായിരുന്നു. ഒരാൾക്ക് കാൽ നടക്കുവാനുള്ള ഏരിയ മാത്രം ഉണ്ടായിരുന്നല്ലോ. അവർ പോയി. അപ്പോൾ ഇതാണ് ആ ഏരിയ. തൊട്ടപ്പുറം കാണുന്നത് ലീമറിനാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തുള്ളത് ക്രൗൺ പ്ലാസാണ്. അതിൻ്റെ ഈ ഏരിയയിലാണ് അവർ ഇത്ര നാളും താമസിച്ചുകൊണ്ടിരുന്നത്. ഇതാ കാണുന്നത് ചരിഞ്ഞ ഫ്ലാറ്റാണ്. ഇവിടെ മരങ്ങളുകൊണ്ട് ക്ലിയർ ആവില്ല. ഞാൻ കുറച്ച് നീങ്ങി കാണിച്ചു തരാം. ഇവിടെ പറഞ്ഞാൽ അവരുടെ ഷെഡും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇതൊക്കെ അവർ തന്നെ കിട്ടുകയെന്നുണ്ട്. അവരുടെ വീട് പോലെ ചെറിയ ഷെഡ് പോലെ അടിക്കാൻ വേണ്ടി. പിന്നെ അവരുടെ വലയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഒരു മീൻ പിടിക്കുന്ന ആൾക്കാരായിരുന്നു. അവരുടെ കൂട്ടത്തിൽ വന്നൊരു പുള്ളിയാണെന്നാണ് പറയണത്. പക്ഷെ അവർക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ അപവാദങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരിയാണ് എന്തൊക്കെ ശരിയാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ കണ്ട ഇത് മറ്റേ ചരിഞ്ഞ് പോയ ഫ്ലാറ്റായിരുന്നത്. അതിൻ്റെ ഏരിയയിലാട്ടോ. ആൾക്കാർക്ക് ലൊക്കേഷൻ മനസ്സിലാവേണ്ടി പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ നഗരസഭ എല്ലാവരും ഒഴിപ്പിച്ചിട്ടുണ്ട്. അവർ വേറെ സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ JCB വെച്ച് വഴി ഉണ്ടാക്കണേന്, വീതിയുള്ള വഴി ഉണ്ടാക്കണേ. കാരണം പോലീസുകാർക്ക് വരാൻ വേണ്ടി. ഇവിടെ മറ്റേ വണ്ടിയൊക്കെ കിടപ്പുണ്ട് സ്ക്രാപ്പൊക്കെ. കാരണം അവരുടെ ഷെഡും കാര്യങ്ങളൊക്കെ അടിച്ച ഈ കറുപ്പാളയും കാര്യങ്ങളൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഏരിയ. അപ്പോൾ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ആക്കണേണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.